അങ്ങനെ ആള് നോക്കുമ്പോൾ ചേട്ടൻ ആത്മഹത്യയുടെ വക്കിൽ നിൽക്കാണ്. ആള് പറയാണ്, എന്താ നീ ചെയ്യുന്നേ? എല്ലാം നമുക്ക് ശരിയാക്കാം, നീ താഴോട്ട് വാ, എന്തെങ്കിലും കഴിക്കണ്ടേ, ഞാൻ ഉണ്ടാക്കിത്തരാം, താഴോട്ട് വാ എന്ന് പറഞ്ഞ് ആള് കരഞ്ഞുകൊണ്ട് കൈ മുറുകെ പിടിക്കുകയാണ് ചേട്ടൻ്റെ. അങ്ങനെ ആള് ചേട്ടനെ കൊണ്ടുവന്ന് ഇരുത്തുകയാണ്. എന്നിട്ട് ആള് പറയാണ്, ദാ നോക്ക്, ഞാൻ നിനക്കൊരു കവിത വായിച്ചു തരട്ടെ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കവിത, ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ നീ എനിക്ക് എഴുതി തന്നതാ എന്ന് പറഞ്ഞ് ആള് പോയം വായിക്കുകയാണ്. 0.2 മില്ലിമീറ്റർ, ഒരു സ്പേം 0.2 മില്ലിമീറ്റർ ആണ്, ഒരു എഗ്ഗും അതുപോലെ തന്നെ, ഒരു ഡോട്ടും 0.2 മില്ലിമീറ്റർ ആണ്. അതാണ് ഞാൻ. എൻ്റെ ഉള്ളിൽ എങ്ങനെ ഇത്ര വിഷമവും ദുഃഖവും വെറുപ്പും എല്ലാം കൂടിയിരിക്കാൻ പറ്റുന്നേ? ഇത് കേട്ട് ആളിങ്ങനെ ഇരിക്കുകയായിരുന്നു. സംഭവം മുമ്പ് ആളൊരു പോയറ്റായിരുന്നു. പക്ഷേ ജീവിതത്തിൻ്റെ സാഹചര്യം കാരണം അതെല്ലാം വിട്ട് ജോലിക്ക് ഇറങ്ങേണ്ടി വന്നു. ജീവിതം ഒന്ന് തള്ളി നീക്കാൻ ആഗ്രഹങ്ങൾ മാറ്റിവെച്ച കോടിക്കണക്കിന് ആൾക്കാരുടെ കൂട്ടത്തിൽ ഒരാളാണ് ബ്രദറ്. നെക്സ്റ്റ് സീനിൽ വൈഫും വേറൊരാളും കൂടി ഇരിക്കുന്നുണ്ട്. ആള് സ്ക്രീൻ പ്ലേ വൈഫിനെ വായിക്കാൻ ഏൽപ്പിക്കുകയാണ്. അപ്പോൾ ഗ്യോങ്സയുടെ വൈഫ് അത് വായിച്ചിട്ട് പറയാണ്, എനിക്കിഷ്ടപ്പെട്ടു, നല്ല അടിപൊളി കഥ, അതിൻ്റെ വൈബും താളവും എല്ലാം കൊള്ളാം. ഇത് കേട്ട് ആള് താങ്ക് യു പറയാണ്. അപ്പോൾ വൈഫ് വീണ്ടും പറയാണ്, പക്ഷേ ഇതെഴുതിയത് നീ മാത്രമല്ല, നിൻ്റെ കൂടെ വേറൊരാളും ഉണ്ടായിരുന്നു. ഇത് കേട്ട് ആള് പറയാണ്, ഓ അത് ഞാൻ ചെറിയൊരു അഡ്വൈസ് ചോദിച്ചായിരുന്നു എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്ന്, അതാ. ഞങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് അഡ്വൈസ് ആണോ അതോ ആരെങ്കിലും ഇത് ഏർപ്പെട്ടിട്ടുണ്ടോയെന്ന്. ഈ ക്യാരക്ടർ സംസാരിക്കുന്ന രീതി നീ എഴുതിയതല്ല, ഒരു പെണ്ണ് എഴുതിയതാ. എനിക്ക് മനസ്സിലാവും ഒരു വരി പെണ്ണാണോ ആണാണോ എഴുതിയെന്ന്. അവൾക്ക് കോറൈറ്റർ ആവുന്നതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കോറൈറ്ററോ? അവളങ്ങനെ വലുതായിട്ട് സഹായിച്ചൊന്നുമില്ല, വല്ലപ്പോഴും ഒന്ന് നോക്കിയതേ ഉള്ളൂ. അപ്പോൾ വൈഫ് പറയാണ്, ഇത് തുടക്കത്തിൽ തന്നെ ക്ലിയർ ചെയ്യുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ പിന്നെ പ്രശ്നമാവും. നെക്സ്റ്റ് സീനിൽ നേരത്തെ കാണിച്ച ആള് ഗ്രാൻഡ്മയുടെ അടുത്ത് വരികയാണ്. ഇപ്പോൾ ഗ്രാൻഡ്മ ചോദിക്കുകയാണ്, ജെ നിനക്ക് ഇപ്പോഴെങ്കിലും വരാൻ സമയം കിട്ടിയല്ലേ? ഇതാണ് ജെ. അപ്പം ആളവിടെ ദൊങ്മാൻ്റെ വെതർ മേക്കറിൻ്റെ സ്ക്രീൻ പ്ലേ കാണുകയാണ്. ആളതെടുത്ത് വായിക്കുകയാണ്. യൂന വരാണ്. യൂന ഇവനെ കണ്ട് ഞെട്ടാണ്. അത് കഴിഞ്ഞ് രണ്ടുപേരും കൂടി സംസാരിക്കുകയാണ്. ജെ ചോദിക്കുകയാണ്, ഞാൻ അയച്ച മെസ്സേജിന് എന്താ റിപ്ലൈ തരാത്ത? അപ്പം യൂന ഫോൺ എടുത്ത് വായിക്കുകയാണ്. എനിക്ക് മൂവി ചെയ്യാൻ പറ്റും, നിൻ്റെ സഹായത്തിന് നന്ദി. നീ പറയാത്ത കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയട്ടെ. നീ ഇനി എൻ്റെ അടുത്ത് വന്നു പോകരുത്, ഞാനും നീയും പരിചയമുണ്ടെന്ന് ആരും അറിയരുത്, എന്നെ അറിയാവുന്ന പോലെ ആക്റ്റും ചെയ്യരുത്. അതും കൂടെ ചേർക്കായിരുന്നല്ലേ എന്നവൻ പറയാണ്. അല്ലെങ്കിലും നമ്മൾ ഡേറ്റ് ചെയ്യുന്നെന്ന് ആൾക്കാരറിഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ. യൂന പറയാണ്, നിനക്കതല്ല ടെൻഷൻ, ആ സ്ക്രീൻ പ്ലേ നമ്മൾ രണ്ടുപേരും കൂടെ എഴുതിയെന്ന് ആൾക്കാരറിയുന്നതാണ് നിനക്ക് ടെൻഷൻ. എന്തോന്ന് നമ്മൾ രണ്ടുപേരും കൂടെ എഴുതിയെന്നോ? ഞാൻ രാത്രിന്ന് രാവിലെന്ന് ഇല്ലാതെ എഴുതിയ സ്ക്രീൻ പ്ലേ അത്. അപ്പോൾ യൂനയുടെ മൂക്കിൽ നിന്ന് ബ്ലഡ് വരാണ്. യൂന പറയാണ്, നീ എൻ്റെ അടുത്ത് നിൽക്കുന്ന രീതിയിൽ എനിക്കിനി അങ്ങോട്ട് നിൽക്കാൻ പറ്റത്തുള്ളൂ. ഒന്നെങ്കിൽ എന്നെ ക്രെഡിറ്റ് ചെയ്യണം, ഇല്ലെങ്കിൽ ഞാൻ എഴുതിയ പാർട്സ് എടുത്ത് മാറ്റണം. നമ്മൾ ഇമെയിൽ വഴി അയച്ചുകൊണ്ട് ഏതാണെന്ന് നിനക്കറിയായിരിക്കുമല്ലോ എന്ന് പറഞ്ഞ് ആൾ പോവുകയാണ്. അപ്പോൾ ഇവൻ പിന്നെയും വിളിച്ചിട്ട് പറയാണ്, നിന്നെ പോലത്തെ ഒരുപാട് ആൾക്കാരുണ്ട് ഇൻഡസ്ട്രിയിൽ, സ്വയമായിട്ടൊന്നും എഴുതാനും അറിഞ്ഞൂടെ, ബാക്കിയുള്ളവരുടെ എഴുത്തെടുത്ത് എങ്ങനെ എഴുതണമെന്ന് പറഞ്ഞിട്ട് അതിനുള്ള ക്രെഡിറ്റ് വാങ്ങിക്കും. ഇവട്ടാരാ? ദൊങ്മാനല്ലേ? അങ്ങനൊരു തോൽവിയിലൂടെ ചേരാൻ നിനക്ക് നാണമില്ലേ? ഇതൊക്കെ പറയുമ്പോൾ ആളുടെ മൂക്കിൽ നിന്ന് ബ്ലഡ് വരുന്നുണ്ട്. അപ്പോൾ തന്നെ ജയുടെ മുഖത്ത് ഒരു കല്ല് വന്ന് വീഴുകയാണ്. നെക്സ്റ്റ് സീനിൽ വൈഫും ജയും കൂടി ഇരിക്കുകയാണ്. വൈഫ് പറയാണ്, ഈ സക്സസ് എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാരെ വല്ലാത്ത അഹങ്കാരികളാക്കും. ആ നിമിഷം അവരെന്താ ചെയ്യുന്നതെന്ന് അവർക്ക് പോലും അറിഞ്ഞൂടാ. ഇവിടെ ഇരിക്കുന്നവരെല്ലാം അത് കഴിഞ്ഞിട്ട് വന്നവർ. അതുകൊണ്ട് ഒന്നെങ്കിൽ അത് മനസ്സിലാക്കുക, അല്ലെങ്കിൽ സ്വയമായിട്ട് സെൽഫിഷായിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്യുക. ഒറ്റയ്ക്കൊരു കാര്യം ചെയ്യാനാണെങ്കിൽ വല്ല സോളോ ആർട്ട് ഫോമിലും പോകണം, അല്ലാതെ 200 പേര് കൂടുന്ന ഫിലിം മേക്കിംഗ് ഇൻഡസ്ട്രിയിലല്ല വരണ്ട. അങ്ങനെ ജെ അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ്. നെക്സ്റ്റ് സീനിൽ ദൊങ്മാൻ, യങ്സെ, ജൺ എല്ലാവരും കൂടി ഇരിക്കുകയാണ്. അപ്പോൾ യങ്സോ ദൊങ്മാനോട് പറയാണ്, എനിക്കിപ്പോഴും വിശ്വസിക്കാൻ വയ്യ നീ ഗ്യോങ്സി എടുത്ത് പറഞ്ഞത്. അത് കേട്ടതും എൻ്റെ നെഞ്ച് പൊട്ടിപ്പോയി. നിനക്കറിയാലോ അവനൊരു വല്ലാത്ത സമയത്തൂടെ കടന്നു വന്നു. അവൻ്റെ അടുത്തൊന്ന് നല്ല രീതിയിൽ പെരുമാറിക്കൂടെ? ഞാൻ കൂടുതലൊന്നും ചോദിക്കുന്നില്ലല്ലോ. നല്ല പെരുമാറ്റം ഒരു ഹ്യൂമൻ ബിഹേവിയർ അല്ലേ?
ഇത് കേട്ട് ദൊങ്മാൻ കുറച്ചേരം മിണ്ടാതിരുന്നിട്ട് പറയാണ്, യങ്സു, എനിക്ക് ഒരുപാട് വിഷമമായി. അങ്ങനത്തുള്ളവരോട് എൻ്റെ അടുത്ത് എന്തിനാ നല്ല രീതിയിൽ പെരുമാറാൻ പറയുന്നത്? എനിക്കറിയാം ആർക്ക് എന്നെ ഇഷ്ടമാ, ആർക്ക് എന്നെ ഇഷ്ടമല്ലാന്ന്. എന്നെ ഇഷ്ടമുള്ള ആൾക്കാരുടെ കൂടെ ഞാൻ ഇരിക്കുമ്പം ഞാൻ തനിയെ സോഫ്റ്റ് ആവും. എനിക്ക് ഒന്നിനെയും കുറിച്ച് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഒരു കോഫി ഷോപ്പിൽ ഒരാൾ എൻ്റെ അടുത്തിരുന്നാൽ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും, അവർക്ക് നല്ലൊരു ദിവസമായിരിക്കണേന്ന്. എൻ്റെ അടുത്ത് കുറച്ച് കരുണ കാണിച്ചാൽ ഞാൻ എന്തും ചെയ്യും. പക്ഷേ എന്നോടതൊരു തുള്ളി പോലും കാണിക്കാത്തവരോട് ഞാൻ എന്ത് ചെയ്യണം? ഞാൻ ഫിൽറ്റർ പേപ്പർ പോലെ. ഒരാൾ അസിഡിക് ആണെങ്കിൽ ഞാനും അസിഡിക്ക, ഒരാൾ ആൽക്കലിനാണെങ്കിൽ ഞാനും ആൽക്കലിന. നിനക്ക് അറിഞ്ഞൂടാത്തോണ്ട ഞാൻ നല്ലൊരാളാണ്. അപ്പോൾ ഒരു സീൻ നമ്മളെ കാണിക്കുകയാണ്. ആള് കഷ്ടപ്പെട്ട് വീണോണ്ടിരിക്കുന്ന ഇലകൾ പിടിക്കാൻ നോക്കുകയാണ്. കാരണം വീണോണ്ടിരിക്കുന്ന ഇല ലക്കിൻ്റെ അടയാളമാണെന്നാണ് പറയാറുള്ളത്. അത് പിടിച്ച് യൂനയുടെ ലഞ്ച് ബോക്സിൽ വെച്ചിട്ട് ആക്കൊരു ലെറ്റർ കൊടുക്കുകയാണ്. ഈ ഇലകൾ ലക്കിൻ്റെ, എൻ്റെ ലക്ക് ഞാൻ നിനക്ക് തരുക. ആ സീൻ കട്ട് ചെയ്ത് പ്രസൻറ്റ് കാണിക്കുന്നു. ദൊങ്മാൻ പറയാണ്, എൻ്റെ ഫ്രണ്ട്സിനെ കാണുമ്പം എൻ്റെ ഇമോഷൻ വാച്ച് എന്താ കാണിക്കുന്നതെന്നറിയാവോ? പേടി എന്നതിൽ കാണിക്കാറുള്ളത്. എന്നെ ഇഷ്ടമില്ലാത്തൊരു സ്ഥലത്ത് ഞാൻ പോകുമ്പോൾ പിന്നെ എങ്ങനെ ഞാൻ പേടിക്കാതിരിക്കും? ആ പേടി മറക്കാൻ വേണ്ടി ഞാൻ പറ്റുന്നത്ര സംസാരിച്ച് ചിരിച്ച് കളിച്ചിരിക്കും. അപ്പോൾ എൻ്റെ വാച്ചിൽ എന്താ കാണിക്കുന്നതെന്നറിയാവോ? മടുത്തു എന്ന് പറഞ്ഞ് ആൾ എണീറ്റ് പോവാണ്. യങ്സൂനും ജണ്ണിനും ഒന്നും പറയാനില്ല. നെക്സ്റ്റ് സീനിൽ ആളിങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ആള് ഒരു കാര്യം ആലോചിക്കുന്നുണ്ട്. ആ സീൻ നമ്മളെ കാണിക്കുകയാണ്. ദൊങ്മാൻ ചോദിക്കുകയാണ്, എനിക്കെപ്പോഴാണ് ഇനി ഇവിടെ കയറാൻ പറ്റുന്നത്? നിനക്കൊരു ഗേൾ ഫ്രണ്ടിനെ കിട്ടുമ്പോൾ അത് ഈ വാച്ചിനെക്കാട്ടിലും നിന്നെ മാറ്റും. അവളുമായിട്ടൊന്ന് ജീവിച്ച് നല്ലൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പോൾ നിനക്കിവിടെ കയറാം. എന്നിട്ട് ബ്രദർ പറഞ്ഞതും കൂടി ഓർക്കുന്നുണ്ട്. ഒറ്റയ്ക്ക് വളർന്ന് വലുതാവാനൊന്നും ഉള്ള ധൈര്യം നിനക്കില്ല. നീ ഒരാളെ കണ്ടുപിടിക്കാൻ നോക്ക്. എന്നിട്ടാള് ഒരു ഇല നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഒരു വോയിസ് ഓവർ കേൾക്കാം. എന്നെ ഇഷ്ടമുള്ള ആൾക്കാരുടെ ചുറ്റും എനിക്ക് ബോധമില്ലാത്ത പോലെ അഭിനയിക്കേണ്ടി വരത്തില്ല. അപ്പോൾ യൂനെ കാണിക്കുകയാണ്. ആളുടെ മൂക്കിൽ നിന്ന് ശരിക്കും ബ്ലഡ് വന്ന് ആളവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഗ്രാൻഡ്മ വന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാണ്. അപ്പോൾ ആള് ഗ്രാൻഡ്മയോട് ചോദിക്കുകയാണ്, ഗ്രാൻഡ്മ കുറച്ച് ചില്ലറ എടുക്കാൻ കാണൂ. നെക്സ്റ്റ് സീനിൽ ആള് ഡോക്ടറെ അടുത്തിരിക്കുകയാണ്. അപ്പോൾ ആള് പറയാണ്, എനിക്ക് ഈ നോസ് ബ്ലീഡ്സ് വരുമ്പോൾ നല്ല വേദനയായിരിക്കും, പക്ഷേ പെട്ടെന്ന് അതങ്ങ് മാറും എന്ന് പറഞ്ഞ് ദൊങ്മാൻ അന്ന് ഇൻഡസ്ട്രി കടന്ന് പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ യൂനെ ചിരിച്ച സീനും ദൊങ്മാൻ്റെ കൂടെ നടന്നു നോക്കിക്കൊണ്ടിരിക്കുന്ന സീനും ഒക്കെ നമ്മളെ കാണിക്കുകയാണ്. അപ്പോൾ ഡോക്ടർ ചോദിക്കുകയാണ്, അപ്പോൾ വാച്ചിൽ എന്താ എഴുതി കാണിക്കാറുള്ളത്? അങ്ങനെ ആ സീൻ കാണിക്കുന്നു. അന്ന് ദൊങ്മാൻ്റെ കൂടെ നടന്നു നോക്കിക്കൊണ്ടിരിക്കാൻ നേരത്ത് അവളുടെ വാച്ചിൽ കാണിച്ചത് സമാധാനം വന്നു എന്നാണ്. നെക്സ്റ്റ് സീനിൽ ദൊങ്മാൻ ബസ്സിൽ നിന്ന് ഇറങ്ങി നടക്കുമ്പോൾ ഫ്രണ്ടിൽ യൂനെ കാണാണ്. അപ്പോൾ ഒരു വോയിസ് ഓവർ കേൾക്കാണ്. പണ്ടും ഇപ്പോഴും എനിക്ക് ഈ പേടി തന്നെയാണ് തോന്നാറുള്ളത്, പ്രത്യേകിച്ച് ആരെങ്കിലും ഉപേക്ഷിച്ചിട്ട് പോകുമ്പോൾ. അപ്പോൾ പ്രസൻറ്റിൽ ഡോക്ടർ ചോദിക്കുകയാണ്, ആരാണ് യൂനെ ആദ്യം ഉപേക്ഷിച്ചത്? അപ്പോൾ യൂന ഓരോ ലെറ്ററായി പറയാണ്, അത് അമ്മ. ആ വാക്ക് എല്ലാവരും കൂടി പൊക്കി വെച്ചേക്കുക എന്ന് പറഞ്ഞ് പ്രസൻറ്റിൽ ആള് ആ മൂവി പോസ്റ്ററിലോട്ട് നോക്കിയിരിക്കുകയാണ്. മദർ എന്നാണ് ആ ടൈറ്റിലിൻ്റെ പേര്. അങ്ങനെ ദൊങ്മാൻ യൂന അവിടെ നിൽക്കുന്നത് കണ്ട് ഹാപ്പിയായി അവളുടെ അടുത്ത് പോവാൻ നിൽക്കുമ്പോഴാണ് പെട്ടെന്നൊരു കാറ് യൂനയുടെ നേർക്ക് വരുന്നത്. ഇത് കണ്ട് ദൊങ്മാൻ ടെൻഷനായി ഓടുകയാണ്. ഓടിക്കൊണ്ടിരിക്കുന്ന വഴി ആള് വീണു പോവും. വീണിട്ട് ആൾ എണീക്കുമ്പോൾ യൂനെ കാണുന്നില്ല, വെറും പുക മാത്രം. ആള് ടെൻഷനായി വണ്ടിയൊന്നും നോക്കാതെ ഓടുവാണ്. അങ്ങനെ ആള് അവിടെ എത്തി നോക്കുമ്പോഴാണ് യൂന പേടിച്ച് കുനിഞ്ഞിരിക്കുകയാണ്. ദൊങ്മാൻ ഇത് കണ്ടിട്ട് പറയാണ്, ഓ നീ എന്നെ പേടിപ്പിച്ച് കളഞ്ഞു. അപ്പം യൂന അവനെ ഇങ്ങനെ നോക്കുകയാണ്. ആളുടെ വാച്ച് വൈബ്രേറ്റ് ചെയ്ത് ആളതിലോട്ട് നോക്കുമ്പോൾ ആള് ടോട്ടലി ഷോക്കാവുകയാണ്. എന്നിട്ട് ആള് പറയാണ്, നിനക്ക് പറയാൻ പറ്റുമോ ഇതിലിപ്പോൾ എന്താ വന്നേന്ന്? യൂന ഒന്നും മിണ്ടുന്നില്ല. ടെൻഷനായി ഞെട്ടി ആള് അത് പറഞ്ഞ് ചിരിക്കുകയാണ്. എന്നിട്ട് പറയാണ്, എക്സൈറ്റഡ് എന്നല്ല ഈ വട്ടം വന്നത്, ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി, ഞാൻ നാശത്തിൻ്റെ ആളല്ല എന്ന് പറഞ്ഞ് ആളവിടെ കിടന്ന് തുള്ളിച്ചാടാണ്. എന്നിട്ടാൾ ഹാപ്പി ആയിട്ട് നടന്നു പോവാണ്. അപ്പം യൂന പറയാണ്, നീ എവിടെയാ താമസിക്കുന്നേ? ഞാൻ നിനക്ക് വേണ്ടി ചില്ലറ വഴിയിലിടാം, നീ എവിടെയാ താമസിക്കുന്നേ?
അന്ന് ദൊങ്മൻ പറഞ്ഞില്ലായിരുന്നു വിഷമം വരുമ്പോൾ വഴി കിടക്കുന്ന ചില്ലറ പറക്കി ഓടണമെന്ന്. അതുകൊണ്ടാണ് യൂനോ ഇപ്പം ഇങ്ങനെ പറഞ്ഞത്. അങ്ങനെ ദൊങ്മൻ ഹാപ്പി ആയിട്ട് നടന്നു പോകുന്നത് കാണിച്ച് എപ്പിസോഡ് 3 അവസാനിക്കുകയാണ്. അപ്പോൾ എപ്പിസോഡ് 4 അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.